ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ടെറസിൻ്റെ മേളിൽ ഒത്തിരി ദിവസമായിട്ട് കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് മഴയും കൂടി പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കാറ്റൊക്കെ അടിച്ചിട്ട് നിറയെ കരിയില വീണ് കിടക്കുകയാണ് കേട്ടോ. ഇത് റബ്ബറിൻ്റെ കരിയില, അതുപോലെ ആഞ്ഞിലിയുടെ ഇലയും ഒക്കെയാണ് വീണ് കിടക്കുന്നത്. അപ്പോൾ അത് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. രാവിലെ എണീറ്റ ഉടനെ വന്നിട്ട് ആണ് ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ വേഗം അങ്ങ് കഴിയും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയം ഒത്തിരി വെയിലില്ലല്ലോ. മറ്റത് കുറച്ച് വെയിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണം ഞാൻ രാവിലെ തന്നെ വന്നിട്ട് ഇവിടെ അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ വന്ന് അവിടുത്തെ ഇലകളെല്ലാം ഒന്ന് തൂത്ത് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കുമാണ് തലക്കിട്ട് നന്നായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മുട്ട കൊണ്ട് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ഇരുന്ന് പോയി കേട്ടോ. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ വന്ന് ഫുള്ള് ഇലയെല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം അടുത്ത ഇത് പ്രഷർ പമ്പാണ് കേട്ടോ. ഇത് കാറ് കഴുകാനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇതുപോലെ പായലൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അത് കൊണ്ടുവന്ന് അവിടെ ഉള്ള ഒരു പൈപ്പിൽ കണക്ട് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷേ പൈപ്പിൽ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഓസ് അതിനകത്തേക്ക് പാകമാവുന്നില്ലായിരുന്നു. അത് കാരണം ഞാനെടുത്ത് വേറൊരു ബക്കറ്റിന് ഉള്ളിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഓസ് കണക്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇത് എനിക്കൊരു ശീലമുണ്ട്. നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഓസ് ഇട്ടൊക്കെയാണ് നമ്മളിങ്ങനെ നിലത്തൂടെ അടിച്ച് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ, പെട്ടെന്ന് ഇങ്ങനെ കാലിൽ ചെറിയ പൊടികളോ അല്ലെങ്കിൽ ഇലയോ എന്തെങ്കിലുമൊക്കെ തട്ടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാല് കഴുകുന്ന ഒരു ശീലമുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ഇത് വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ഈ പ്രഷർ പമ്പ് യൂസ് ചെയ്ത് ഇത് ചെയ്യുന്ന സമയത്ത് കാലിലിങ്ങനെ പൊടി വന്ന് മുട്ടുമ്പോൾ എപ്പോഴും തോന്നും ഇങ്ങനെ വന്ന് കാലിലേക്ക് ആക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. പക്ഷെ പിന്നീട് ഓർക്കും കേട്ടോ, ഇത് തട്ടിക്കഴിഞ്ഞാൽ ശരിക്കും മുറിയും അവിടെ. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ഇത് അതുപോലെ ഇച്ചിരി നമ്മൾ പിടിക്കുമ്പോൾ ബാക്കിലേക്ക് എൻ്റെ പ്രഷർ വരെയും ചെയ്യും കേട്ടോ. അങ്ങനെ അവിടെ ടൈലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. നമ്മളിങ്ങനെ പിടിക്കുന്ന സ്ഥലം, ചില സ്ഥലങ്ങളിൽ പെയിൻ്റ് ഉള്ള സ്ഥലത്ത് നമ്മൾ ചെയ്യുമ്പോൾ ആ പെയിൻറ്റ് ചിലപ്പോൾ ഇളകിപ്പോരും കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് സ്ഥലത്തൊക്കെ അടിച്ചപ്പോൾ പെയിൻറ്റും കൂടി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും പായൽ മാറുമല്ലോ എന്ന് വിചാരിച്ച് ആ ഭിത്തിയിലെല്ലാം ഉള്ള പെയിൻറ്റ് കുറേയൊക്കെ ഇളകി കേട്ടോ. ഞാൻ പിന്നെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും ഒത്തിരി ഇളകി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ഭാഗം കുറച്ചൊന്ന് ക്ലീനായി. ഈ മഴ പെയ്യുന്ന ഇതിന് മുകളിൽ റൂഫ് ചെയ്തിട്ടില്ല. അത് കാരണം തന്നെ മഴ ഡയറക്റ്റ് വീഴുമ്പോൾ അവിടെ എല്ലാം പായൽ ഈ സ്റ്റെപ്പിലും ഒക്കെ ആയിട്ടാവും. അപ്പോൾ അവിടെ എല്ലാം ഞാൻ അത് ക്ലീൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാം, അതിൻ്റെ ഉള്ളിൽ സിമൻറ്റിൻ്റെ കളറാണ് കാണുന്നത്. ആ വൈറ്റ് പെയിൻറ്റ് പോയതിന് ശേഷമുള്ള സിമൻ്റാണ് ആ കാണുന്നത്. അപ്പം ഞാൻ പിന്നീട് ഒത്തിരി അങ്ങോട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ചെയ്യാൻ നിന്നില്ല കേട്ടോ. കാരണം പെയിൻറ്റ് മൊത്തത്തിൽ അങ്ങ് പോയാലും വൃത്തികേടാവില്ലേ. അപ്പോൾ വലുതായിട്ടൊന്നും അങ്ങോട്ട് ചെയ്യാനായിട്ട് നിന്നില്ല. പിന്നെ ടൈല് തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ നാളെ മുതൽ ചിങ്ങമാസം തുടങ്ങുവാണ്. അപ്പോൾ പിന്നെ ക്ലീനിങ് ഒക്കെ ഇങ്ങനെ കുറേശ്ശെ നമ്മൾ ഓണത്തോട് അടുക്കുമല്ലേ. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ചെയ്യണമല്ലോ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കർക്കിടക മാസം അവസാനമായത് കാരണം തന്നെ ഇന്ന് എല്ലാ സ്ഥലവും അടിച്ചു വാരി ക്ലീൻ ചെയ്ത് നമ്മളെ വീട് വൃത്തിയാക്കണമെന്നുള്ളൊരു സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മുകളിൽ താഴെ ഓൾറെഡി നമ്മൾ ക്ലീൻ ചെയ്യുമല്ലോ. മുകളിൽ വല്ലപ്പോഴും മാത്രമാണ് കയറി ഇങ്ങനെ ഒന്ന് നന്നായി ക്ലീൻ ചെയ്ത് ഇറങ്ങുക. ഇടയ്ക്കൊന്ന് തൂക്കുമെന്നല്ലാതെ നമ്മൾ, കാരണം മുകളിൽ അധികം യൂസ് ചെയ്യുന്നില്ല, അധികമൊന്നല്ല തീരെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ കയറാത്തത് കാരണം തന്നെ വലിയ അഴുക്കുകളൊന്നും കാണില്ല. എന്നാലും നമ്മൾ ഇടയ്ക്കൊന്ന് തൂത്ത് തുടയ്ക്കേണ്ട ആവശ്യം വരും. അതുപോലെ പുറത്ത് ഇതുപോലെ മഴ പെയ്യുമ്പോൾ, ഇത് ഫ്രണ്ടിലാണ് കേട്ടോ, മുകളിൽ സിറ്റ് ഔട്ടിൻ്റെ ആ ഭാഗമാണ്, അവിടെ ഇതുപോലെ തന്നെ ടൈലിട്ടിട്ടുണ്ട്. അവിടെയും മഴ പെയ്തിട്ട് ഇതുപോലെ പായൽ ഉണ്ടാവും. കാരണം ഈ ഇല പറന്ന് വീണിട്ട് ആ ഇല കിടന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇങ്ങനെ പായലൊക്കെ ആയിട്ട് മാറും. അതും ഒരു വൃത്തികേടായി മാറും. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ പ്രഷർ പമ്പാണ് ഒത്തിരി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. വളരെ വേഗത്തിൽ നമ്മളിങ്ങനെ ഒരു ബ്രഷ്, മുന്നേ ഞാൻ ഈ പ്രഷർ പമ്പൊക്കെ മേടിക്കുന്നതിന് മുന്നേ ഒരു ബ്രഷ് ഇട്ടാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ ബ്രഷ് ഇങ്ങനെ ഉരച്ചിട്ട് പിന്നെ നമ്മൾ ബക്കറ്റിൽ വെള്ളം കൊണ്ട് വന്ന് ഒഴിക്കണം. കാരണം ഇവിടെയും പൈപ്പില്ല കേട്ടോ. അപ്പോൾ പൈപ്പ് ഇല്ലാത്തത് കാരണം നമ്മൾ ബാക്കിൽ നിന്ന് എടുത്തിട്ട് റൂമിന് ഉള്ളിലൂടെ വന്നിട്ട് വേണം ഇവിടെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അത് കാരണം ഇവിടെ ഞാനിപ്പോൾ പ്രഷർ പമ്പ് യൂസ് ചെയ്ത് ആണ് ഇപ്പോൾ വാഷ് ചെയ്യുന്നത്. കാരണം നേരത്തെ ഇങ്ങനെ ബക്കറ്റിൽ കൊണ്ടുവന്ന് ആണ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഈ ഒരു ക്ലാഡിങ് ടൈലിലും ഒക്കെ പൊടി കാണും. പൊടി നന്നായിട്ട് പൊടിയൊക്കെ ആയിട്ടിരിക്കും. കാരണം അവിടെ മഴയൊന്നും നനയുന്ന ഭാഗമല്ല. അപ്പോൾ അവിടെ നന്നായിട്ട് പൊടി കാണാം. അപ്പോൾ ആ പൊടിയെല്ലാം നന്നായിട്ട് ഒന്ന് പ്രഷർ പമ്പ് യൂസ് ചെയ്ത് തന്നെ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞ കേട്ടോ. ഇവിടുത്തെ പൊടി ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിലത്തൂടെ കിടക്കുന്നത് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം വേഗം തന്നെ ക്ലീനിങ് കഴിയുമല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെടിച്ചട്ടിയൊക്കെ ഇരുന്ന ഭാഗമാണ്. അവിടെ ഞാൻ ചെടിച്ചട്ടി മാറ്റുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വാഷിംഗ് മെഷീനൊക്കെ ഇരിക്കുന്ന ആ ഒരു സ്പേസ് വെയിൽ വന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വൃത്തിയായി കേട്ടോ.
ഒന്ന് ഉണങ്ങുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നേരെ ഞാൻ റൂമിനകത്തേക്ക് കയറി. മുകളിലുള്ള റൂമുകളാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ ജനലെല്ലാം തന്നെ തുറന്നിട്ടു. കാരണം ഈ അടഞ്ഞ് കുറേ നാൾ കൊണ്ട് കിടക്കുന്നതല്ലേ, ഇടയ്ക്ക് തുറക്കുമെന്നല്ലാതെ നമ്മൾ ഡെയിലി തുറക്കുന്നില്ലല്ലോ. അപ്പോൾ തന്നെ പൊടിയും ആ ഒരു ഇതൊക്കെ കാണും. അപ്പോൾ ആ പൊടി ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടിട്ട് പിന്നെ ജനലിൽ കൂടെ ഉള്ള പൊടിയും വലയും ഒക്കെ തട്ടിക്കളഞ്ഞു കേട്ടോ. കാരണം നന്നായിട്ട് പൊടി ഉണ്ടെങ്കിൽ അത് പുറത്തോട്ടും കൂടി പോകുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വാക്യൂം ക്ലീനർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഒന്ന് പൊടിയെല്ലാം തട്ടിക്കളയാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് വാക്യൂം ക്ലീനർ യൂസ് ചെയ്ത് തന്നെ ഒന്ന് തൂത്തെടുക്കുവാണ് കേട്ടോ. കാരണം ചൂല് ഉപയോഗിക്കുന്നില്ല. പൊടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുറത്ത് 2 ഭാഗവും ക്ലീൻ ചെയ്തിട്ടിരിക്കുമല്ലേ, ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗവും ബാക്കിൽ നമ്മൾ വാഷിംഗ് മെഷീൻ വെക്കുന്ന സ്ഥലവും ഒക്കെ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ തൂത്ത് പൊടി അങ്ങോട്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാക്യൂം ക്ലീനർ യൂസ് ചെയ്ത് തന്നെയാണ് അവിടെ പിന്നെയും ക്ലീൻ ചെയ്തത് കേട്ടോ. ഓരോ റൂമും അങ്ങനെ വല അടിച്ചതിന് ശേഷം, വല അടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. വല അടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ വലയൊക്കെ താഴെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഈ വാക്യൂം ക്ലീനറിലേക്ക് പോകും. മുകളിലുള്ള ഒരു റൂമുകളിലും തന്നെ നമ്മൾ ഫർണിച്ചറൊന്നും ഇട്ടിട്ടില്ല. അത് കാരണം തന്നെ ക്ലീനിങ് വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ വേഗത്തിൽ തന്നെയാണ് മുകളിലുള്ള ക്ലീനിങ് കഴിയുക. നമ്മൾ വാഷ് ചെയ്ത് ഇടുന്ന തുണിയോ ഒക്കെ മറ്റോ ഉണക്കാൻ മാത്രമാണ് ഇവിടെ ഇടാറ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ചെറുതായിട്ട് വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ വെയിൽ കണ്ടിട്ടാണ് ഞാൻ ഇടാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മഴയാണല്ലോ. അപ്പോൾ മഴയത്ത് നമുക്ക് ഉണക്കുന്ന കാര്യം ബുദ്ധിമുട്ടായത് കാരണം ഞാൻ വേഗം കൊണ്ടുവന്ന് ആ വെയിൽ കണ്ടപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടു. പക്ഷേ വിരിച്ച് കഴിഞ്ഞപ്പോൾ ദേ ഇതാണ് അവസ്ഥ കേട്ടോ. പിന്നെ ഞാൻ ഓടിപ്പോയി. കാരണം വിരിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് നന്നായിട്ട് മഴ പെയ്തു. അപ്പം ഞാൻ വേഗം പോയി ആ തുണിയെല്ലാം എടുത്ത് അകത്ത് വിരിച്ചതിന് ശേഷമാണ് വരുന്നത് കേട്ടോ. അകത്ത് ഞാൻ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, വിരിച്ചില്ല. കാരണം നമ്മൾ ഈ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വിരിക്കാൻ പറ്റത്തില്ലാത്തത് കാരണം ഞാൻ ഒരു ബാസ്ക്കറ്റിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉണങ്ങി വന്നതായിരുന്നു കേട്ടോ. അപ്പോഴേക്കുമാണ് മഴ പെയ്തത്. ആ മഴ നനയുകയും ചെയ്തു. പിന്നെ ഞാൻ ആ നനഞ്ഞതിൽ തന്നെ നിന്ന്, എന്തായാലും നനഞ്ഞിട്ട് നിൽക്കുവാണ്. നമ്മൾ പുറത്ത് ക്ലീൻ ചെയ്ത സമയത്തൊക്കെ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ നനഞ്ഞതിൽ തന്നെ ക്ലീൻ ചെയ്ത് ബാക്കി എല്ലാ ജോലിയും കഴിഞ്ഞിട്ടൊന്ന് കുളിച്ച് റെഡിയാവാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിയാറായപ്പോഴേക്കും ചിക്കു വന്നു കേട്ടോ. കാരണം ചിക്കു ഇല്ലാത്ത സമയത്താണ് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യാൻ കയറാറ്. കാരണം ഈ വെള്ളമൊക്കെ കിടക്കുമ്പോൾ ആളിതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇത് എനിക്ക് ചെയ്തു തരാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യും കേട്ടോ. പക്ഷേ എനിക്ക് പേടിയാണ്. കാരണം തെന്നി വീഴുമെന്നുള്ള ഒരു പേടി, ശ്രദ്ധക്കുറവ് കാരണം വീണു പോകുമോ എന്നുള്ള കാരണം ആൾ ട്യൂഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴോ ആ സമയത്തൊക്കെയാണ് ഞാനിങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് കയറാറ് കേട്ടോ. അതിപ്പോൾ താഴെയാണെങ്കിലും അങ്ങനെയാണ്. ചിലപ്പോൾ വരത്തില്ല, ചിലപ്പോൾ കൂടെ വരും. അപ്പോൾ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത് തുടങ്ങിയപ്പോൾ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞു. ആദ്യം പറഞ്ഞു ഞാൻ ചെയ്യാം, അല്ലെ അമ്മ നിൽക്ക്, ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കൂടി തരുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. കുറച്ചൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ മാറ്റി നിർത്തി. പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് വീഡിയോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ ചിക്കുവാണ് ഈ വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ എല്ലാ സ്ഥലവും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി മുകളിൽ ഞാൻ എല്ലാ സ്ഥലവും നീറ്റാക്കി. ഇനി ഗ്ലാസ്സും ഒക്കെ തുടച്ചിരുന്നു കേട്ടോ. ഈ ഫ്രണ്ടിൽ കാണുന്ന ഗ്ലാസ്സും അതുപോലെ നമ്മുടെ ഈ പില്ലറിൻ്റെ ബാക്കിലൊരു ഗ്ലാസ് ഉണ്ട് കേട്ടോ. അതും എല്ലാം ഞാൻ ക്ലീൻ ചെയ്തിരുന്നു. അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത്